പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല, പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. 15-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുകയാണ്: കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മഞ്ഞുപോകും. എത്രയോ മഹത്തായ അനുഗ്രഹമാണ്. ഇന്ന് പലപ്പോഴും ഈ അനുഗ്രഹം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖലയും എന്താണ്? അനുസരണക്കേടാണ്. ദൈവം പറഞ്ഞു തന്ന ഈ വചനം നമ്മൾ അനുസരിക്കുന്നില്ല. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാതെ കിടക്കുന്നു അനുസരണക്കേടിലൂടെ. ഇവിടെ അനുഗ്രഹം പലപ്പോഴും നമുക്ക് ഒരു വലിയ തടസ്സത്തിന് കാരണമായി നിൽക്കുകയാണ്. എന്താണതിൻ്റെ കാരണം? പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണ്? മാതാപിതാക്കളോട് കാരുണ്യം കാണിച്ച്, അവരെ സ്നേഹിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ ആദരിച്ച്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ ചെയ്തു കൊടുത്ത് ജീവിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ തന്നെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ മാതാപിതാക്കൾ കർത്താവിൻ്റെ പ്രതിനിധികളാണ്. ആ പ്രതിനിധികളോട് കാരുണ്യം കാണിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ, അവരെ അംഗീകരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്: പാപങ്ങളുടെ കടം വീട്ടുന്നതിന് പൊന്നുമക്കളെ അത് ഉപകരിക്കും. അതുമാത്രമല്ല, കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. ഈ ഭൂമിയിൽ എല്ലാവർക്കും കഷ്ടതയുണ്ടാകും. സമ്പന്നനുമുണ്ടാകും, ദരിദ്രനുമുണ്ടാകും, അല്ലാത്തവർക്കും എല്ലാവർക്കും ഉണ്ടാകും കഷ്ടത. അതിപ്പം സഭയിലെ പിതാക്കന്മാരായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, വചനപ്രഘോഷകരായിക്കോട്ടെ, കൗൺസിലേഴ്സ് ആയിക്കോട്ടെ, ശുശ്രൂഷകരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതയുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. കഷ്ടതയുടെ ദിനങ്ങൾ അനുഗ്രഹമായി മാറ്റപ്പെടണമെങ്കിൽ, ആ കഷ്ടതയുടെ ദിനങ്ങളിൽ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്: മാതാപിതാക്കളോട് നീ കാരുണ്യം കാണിച്ചു, അവനെ നീ ബഹുമാനിച്ചു, അവൻ പറയുന്നത് നീ അനുസരിച്ചു, അവർ പറയുന്നത് നീ അംഗീകരിച്ചു. അവർക്ക് നീ ഉപദ്രവം ചെയ്യാൻ പോകണ്ട, അവരെ ഭീഷണിപ്പെടുത്താൻ പോകണ്ട, അവരെ വേദനിപ്പിക്കാൻ പോകണ്ട, അവരെ കുറ്റപ്പെടുത്താനും പോകണ്ട. ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹത്തിന് തടസ്സമായി മാറ്റപ്പെടും. അതുകൊണ്ടാണ് തുടർന്ന് പറയുകയാണ്: സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മഞ്ഞു പോകും. എത്ര വലിയ മൂടൽമഞ്ഞുണ്ടെങ്കിലും, അല്ലെങ്കിൽ മഞ്ഞ് പെയ്ത് വൃക്ഷങ്ങളുടെ ഇല നിറച്ചിങ്ങനെ മഞ്ഞുകണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, സൂര്യനുദിച്ചുയർന്ന് സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അതിലേക്ക് അടിക്കുമ്പോൾ ആ മഞ്ഞു തുള്ളികളൊക്കെ അപ്രത്യക്ഷമാകും. സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ മൂടൽമഞ്ഞ് അപ്രത്യക്ഷമാകും. ഇതുപോലെ പലതരത്തിലുള്ള മൂടൽമഞ്ഞുകൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും
ശരീരത്തിൻ്റെയും തലത്തിൽ കുടികൊള്ളുന്ന കുറേ മൂടൽമഞ്ഞുകളുണ്ട്. കുറേ തിന്മയുടെ മൂടൽമഞ്ഞുകളുണ്ട്. ഒരുപക്ഷെ വെറുപ്പിൻ്റെയാകാം, വിദ്വേഷത്തിൻ്റെയാകാം, വാശിയുടേതാകാം, സ്ഥാനമാനത്തിൻ്റെയോ അംഗീകാരത്തിൻ്റേതാകാം. അങ്ങനെ പലതരത്തിലുള്ള മൂടൽമഞ്ഞുകൾ കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രകാശം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം അലിഞ്ഞു പോകും. അതെല്ലാം അവരിൽ നിന്ന് മാറ്റപ്പെടും. ഇന്ന് പാപം ചെയ്ത് തിന്മ ചെയ്ത് ഒരുപക്ഷെ മാതാപിതാക്കളുടെ സ്നേഹവും അംഗീകാരവും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴും, മാതാപിതാക്കൾ എനിക്ക് തരേണ്ടതൊന്നും തന്നിട്ടില്ല, ചേട്ടന് കൂടുതൽ കൊടുത്തു, അല്ലെ അനുജന് കൂടുതൽ കൊടുത്തു, മറ്റുള്ളവർക്ക് കൊടുത്തു, എനിക്കൊന്നും തന്നില്ല, എന്നെ വെറും കയ്യാൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള വേദനകളുടെ മൂടൽമഞ്ഞുകളുണ്ട്. ഹൃദയത്തിൽ പലതരത്തിലുള്ള ഭാരങ്ങളുമായിട്ട് നടക്കുന്ന മൂടൽമഞ്ഞുകളുണ്ട്. ഒരുപക്ഷെ വേദനയുടേതാകാം, തകർച്ചകളുടെ ഭാരമാകാം. ഇങ്ങനെ പലതരത്തിലുള്ള ഭാരം വഹിച്ചുകൊണ്ട് മൂടൽമഞ്ഞായി നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള തിന്മകളെയും അവിടുന്ന് അലിയിച്ച് മായിച്ചു കളയും. ഇതാണ് വചനം ഇവിടെ പറഞ്ഞ, സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും, നീ പോലും അറിയാതെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയാതെ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ പാപങ്ങൾ മായ്ച്ചു കളയും. അതിനൊരു പണി ചെയ്താൽ മതി. മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുക. വചനം പറയണ, പിതാവിനോട് കാരുണ്യം കാണിക്കുക. അത് വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യമായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. നമുക്ക് നിശ്ചയോടെ പ്രാർത്ഥിക്കാൻ. കർത്താവായ ഈശോയെ, പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല എന്ന് അരുളിച്ചെയ്ത കർത്താവേ, കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, അനുസരണക്കേടിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളുടെയും മാലിന്യങ്ങളെ അവിടുന്ന് തുടച്ചു നീക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.